ഗുഡ് മോർണിംഗ്, നമസ്കാരം. മറ്റൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 15, മിഥുനം 1-ാം തീയതി. എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ്. കാരണം യുദ്ധം അവസാനിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വരികയാണ്. വെള്ളിയാഴ്ച കരാർ ഒപ്പിടും, സമാധാന കരാർ എന്ന തീരുമാനം വരുന്നു. അതിൽ ഇറാന്റെ പ്രതികരണം കൂടെ വരുന്നു. അങ്ങനെ അത്തരത്തിൽ നല്ല ദിവസം. കേരളത്തിലെ സ്ത്രീകൾക്കും ഇന്നൊരു പുതിയ യാത്രയുടെ തുടക്കമാണ്. ഫ്രീ റൈഡ് ആരംഭിക്കുകയാണ് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇന്നു മുതൽ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇന്ന് അതിന്റെ ഉദ്ഘാടനമുണ്ട്. ഏറെ പ്രതീക്ഷ നൽകുന്ന, ഒരു സന്തോഷം നൽകുന്ന ദിവസമാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണല്ലോ സിനിമയുടെ പേര് പോലെ. അപ്പോൾ ഈ തിങ്കളാഴ്ച എല്ലാവർക്കും അടിപൊളിയാവട്ടെ. വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനുമായി കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് ടോൾ രഹിതമായി തുറക്കുന്നതിനും അംഗീകാരം. ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കം ചെയ്യുന്നതിനും ട്രംപ് അംഗീകാരം നൽകി. കരാർ വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ഒപ്പിടുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. നിർണായക ചുവടുവെപ്പെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. മധു കൊട്ടാരക്കര ചേരുന്നു അമേരിക്കയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് മധു. ഏറെ ദിവസത്തെ അവ്യക്തതകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ആ കരാർ അങ്ങനെ സാധ്യമാവുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുകൂടി പ്രഖ്യാപനം വരുമ്പോൾ നീണ്ട യുദ്ധത്തിന് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പ്രവാസികൾക്കും ഒക്കെ ആശങ്കയായ യുദ്ധത്തിന് അവസാനമാവുകയാണ്. ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത. ഗോകുൽ പറഞ്ഞ പോലെ മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് ഇപ്പോൾ ഒരു വിരാമമാകുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയെന്നുള്ള റിപ്പോർട്ടാണ് ഈ പ്രഭാതത്തിൽ നമ്മെ തേടിയെത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും കരാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചും കഴിഞ്ഞിരിക്കുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജൂൺ 19-ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ രണ്ട് രാജ്യങ്ങളും ഈ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗാരിബാദി ആണ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്ക പ്രതിനിധീകരിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആകാനാണ് സാധ്യത ഈ കരാർ ഒപ്പുവെക്കുന്നത്. ഒരുപക്ഷെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഈ കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ പ്രതീക്ഷിക്കാമെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ഈ കരാർ ഇപ്പോൾ വ്യവസ്ഥ ചെയ്യുന്നത്. കരാർ പൂർണ്ണമായും നടപ്പിലാക്കിയ നിരവധി രാജ്യങ്ങളുണ്ട്, മധ്യസ്ഥരുണ്ട്. അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ നേരുന്നതായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ നിർണായകമായ ഹോർമൂസ് കടലെടുക്ക് അത് ഉടൻ തുറക്കുമെന്ന്, അതുപോലെ തന്നെ ഇറാൻ തുറമുഖങ്ങളിൽ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നേവൽ ബ്ലോക്കേഡ് അത് പിൻവലിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്ന് ലെബനനിൽ ഈ കരാർ ഒരു പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട ചർച്ചകളാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയത്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സൈനിക നീക്കങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കാൻ പുതിയ കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബസ് ഷെരീഫാണ് ഈ വെടിനിർത്തൽ കരാർ ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ചത്. ജൂൺ 19-ലെ ഈ ഔദ്യോഗിക ചടങ്ങ് ആണ് അദ്ദേഹം സ്ഥിരീകരിച്ചത്. തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഈ ഇറാന്റെ ആണവ പദ്ധതി, അതുപോലെ US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, ഇവയിലെയൊക്കെ അന്തിമ തീരുമാനം ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ നടക്കുന്ന തുടർ ചർച്ചകളിലായിരിക്കും തീരുമാനിക്കുക. ലെബനനിലെ സങ്കീർണമായ സാഹചര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഈ പുതിയ സമാധാന കരാറിന് അതൊരു തടസ്സമായേക്കാം എന്ന് കരുതുന്നവരുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. നമുക്കറിയാം 3500-ലധികം ആളുകളാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടത്. ഇതിനും പുറമെ ലെബനൻ മണ്ണിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്നുള്ളൊരു നിബന്ധന കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചർച്ചകളിൽ ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലോ നേരിട്ട് പങ്കാളികളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം തുടർന്നാൽ ഒരുപക്ഷെ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അതുപോലെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗട്ടറസ് ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും രാഷ്ട്ര നേതാക്കളും മറ്റു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഈ കരാറിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഗോകുൽ, അമൃത. ശരി മധു, ഏതായാലും സന്തോഷകരമായ സമാധാനം നൽകുന്ന വാർത്തയാണ്. ഇത്ര ദിവസവും നിന്ന അഭ്യൂഹങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയിലുമൊക്കെ ഈ ആക്രമണങ്ങൾ, ലെബനിലേക്കുള്ള ആക്രമണങ്ങളൊക്കെ ആശങ്കയായിരുന്നെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞ് ഇന്ന് കരാറിലേക്ക് എത്തുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നു. ഇറാനും അത് സ്ഥിരീകരിക്കുമ്പോൾ ഇനി സമാധാനം. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കായുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും.
ഓർഡിനറി ബസ്സുകളെ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. അതേസമയം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് CPIM തീരുമാനം. സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ ഇന്ന് മെൻസ് അസോസിയേഷൻ പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. മേഘ്ന മുരളി തമ്പാനൂർ ഡിപ്പോ ഉദ്ഘാടന വേദിയാണ്. അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. മേഘ്ന, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. നമുക്കറിയാം, UDF സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ സൗജന്യ KSRTC യാത്ര ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കുന്നു. 9 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അറിയാം, എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? ഗുഡ് മോർണിംഗ് അമൃത, ഗോകുൽ. സ്ത്രീ ശാക്തീകരണ പുതുയുഗ യാത്രയ്ക്ക് KSRTCയിലൂടെ പുതുതുടക്കമെന്നുള്ളതാണ് സർക്കാരിന്റെ മുദ്രാവാക്യം. അത്തരത്തിൽ ഈ ഭരണത്തിലേറുന്നതിന് മുന്നേ പറഞ്ഞൊരു വാക്ക് അത് ജനങ്ങൾക്കായി പാലിക്കുന്നു. അതിനുള്ള അഭിമാനബോധത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയാണ് ഉദ്ഘാടന വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഒട്ടനവധി പേർ ഇവിടേക്ക് എത്താനുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സെൻട്രൽ ബസ് സ്റ്റാൻഡിന് തൊട്ട് മുന്നിലാണ് ഈ സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത്, ഈ സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ 8:30 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ശേഷം ബസിന്റെ ഫ്ലാഗ് ഓഫും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ആ ബസ്സിൽ തന്നെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ച ആ ബസ്സിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും സഞ്ചരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്, ഈ ആദ്യ ഉദ്ഘാടന ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളാണ് എന്നുള്ളതാണ്. ആദ്യ PSC വഴി നിയമനം നേടിയിട്ടുള്ള വനിതാ ഡ്രൈവറാണ് ഈ ബസ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സ്ത്രീയാണ് കണ്ടക്ടറായി വരികയും ചെയ്യുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിൽ സർക്കാർ പറയുന്നത് ഏത് വിധേനയും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് തന്നെയാണ്. അതിനുള്ള എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജൂൺ 15-ന് പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് കൂടിയാണ് പാലിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഈ 0 മൂല്യമുള്ള ടിക്കറ്റ് നൽകിക്കൊണ്ടാണ് ഇനി സ്ത്രീകൾക്ക് സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും 3125 ഓർഡിനറി ബസ്സുകളാണ് സംസ്ഥാനത്തുള്ളത്. ആ ബസ്സുകളിലെല്ലാം 0 നിരക്കിലുള്ള ടിക്കറ്റ് വിതരണം ചെയ്യും. ആ ടിക്കറ്റ് എടുക്കുക നിർബന്ധമാണ്, പക്ഷേ പണം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളൊക്കെ, നമ്മൾ എന്തൊക്കെയാണ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് നിയമവശങ്ങൾ ഉണ്ടാവുക, എന്തൊക്കെയാണ് പിഴകൾ ഉണ്ടാവുക, അതൊക്കെ തന്നെ ഇതിലും ബാധകമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഓർഡിനറി ബസ്സുകൾ ഏതാണ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് മുന്നിൽ തന്നെ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടാകും. ആ സ്റ്റിക്കറുകൾ നോക്കി ഇത് ഞങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന ബസ്സാണോ എന്ന് നോക്കി ഈ ബസ്സിൽ കയറാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് സ്റ്റോപ്പാണോ കണ്ടക്ടറോട് പറഞ്ഞത് ആ സ്റ്റോപ്പ് വരെ മാത്രമേ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. ഇനി വീണ്ടും അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി ഈ ഒരു 100 ദിവസം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ നിർണായകമാണ്. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി 2ാം ഘട്ടം നടപ്പിലാക്കണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ആലോചിക്കുക. ഇനി ദീർഘദൂര യാത്ര വേണോ, അല്ലെങ്കിൽ ദീർഘദൂര യാത്രയിലും ഈ സൗജന്യം വേണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഉദ്ഘാടന വേദിയിൽ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളൊക്കെ അത് ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഈ സംസ്ഥാനതല ഉദ്ഘാടനം. ഇനി മറ്റു ജില്ലകളിലുമൊക്കെ ഡിപ്പോ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം അടക്കം നടക്കുന്നുണ്ട്. ഇവിടെ ഉദ്ഘാടന ബസ് പെരുമാതുറ ബസ്സാണ്. അതിനുശേഷം ഈ ബസ്സിൽ തന്നെ മുഖ്യമന്ത്രിയും യാത്ര ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുക. അതുപോലെ തന്നെ CP ജോൺ അടക്കമുള്ള ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. CP ജോൺ നേരത്തെ തന്നെ പറഞ്ഞത് അത് സംസ്ഥാനത്തിന് ഒരു ബാധ്യതയാവും, അതൊരു അധിക ബാധ്യതയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനേക്കാളും അപ്പുറത്തേക്ക് ഈ ഒരു സൗജന്യം നടപ്പിലാക്കുകയാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾ തൊഴിൽ തേടി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ കേരള എക്കണോമിക്ക് ഇത് വലിയ തരത്തിൽ പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊരു വശത്ത് LDF MLA മാർ ഈ ഒരു പരിപാടി ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതിൽ പറയുന്നത് ഒരു പറ്റിപ്പ് പരിപാടിയാണ്, ജനങ്ങളെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണ് എന്നുള്ളതാണ് LDFന്റെ ഭാഗം. ആദ്യം എല്ലാ ബസ്സുകളിലും എന്ന് പറയുന്നു, പക്ഷേ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. അതൊരു വഞ്ചനയാണ് എന്നുള്ള കാര്യമാണ് LDF പറയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ LDF MLA മാർ വിവിധ മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിലോ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇവിടെ ഉദ്ഘാടന പരിപാടികളൊക്കെ അത് തകൃതിയായി നടക്കുന്നു. കൃത്യം 8:30 മണിയോടുകൂടി തന്നെ ഫ്ലാഗ് ഓഫ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം അടക്കമുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുക. ഇവിടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇനി സ്ത്രീകൾക്കും ഈ ഒരു സംശയം ഉണ്ടാകും. ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ മുതൽ സൗജന്യമാണ് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അങ്ങനെയല്ല, ഈ 9 മണിക്ക് ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര ഉണ്ടാവുക. എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്ര ഉണ്ടാവുക എന്നുള്ളതാണ്.
ഇനി ദിൽഷ തിലകൻ കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിൽഷ, കോഴിക്കോട്ടെ കാര്യമെടുത്താൽ വടക്കൻ കേരളത്തിൽ ഓർഡിനറി ബസ്സുകൾ അല്ലെങ്കിൽ ഓർഡിനറി നിരക്കിലുള്ള KSRTC ബസ്സുകൾ കുറവാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ കാര്യമായ സർവീസുകൾ, ഈ ഓർഡിനറി സർവീസുകളുടെ കാര്യമെടുത്താൽ ഏറ്റവും കുറവ് കേരളത്തിൽ മലപ്പുറത്താണ്. അപ്പോൾ പൊതുവെ മലപ്പുറത്തിന് ഒരു ചെറിയ വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ പിന്നാലെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്താണ് മലപ്പുറത്തും വടക്കൻ കേരളത്തിലും മലബാറിലെയും ഒക്കെ ഒരു പ്രതികരണം ഈ സൗജന്യ യാത്രയോട്? തീർച്ചയായിട്ടും ഗോകുൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിനെ സംബന്ധിച്ച് ചെറിയ ഒരു ഇത്തരത്തിൽ കുറവുകൾ, ഓർഡിനറി ബസ്സുകളുടെ ഒരു കുറവുകളുണ്ട്. എന്നാൽ പോലും അത് വരും കാലങ്ങളിൽ അത് പരിഹരിക്കപ്പെടുമെന്നൊരു ഉറപ്പ് കൂടി സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഒരു വിഷമത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും മലബാറിലെ സ്ത്രീകൾ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട്. ഇത് ഇപ്പോൾ സൗജന്യ യാത്ര, പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ബസ്സാണ്. ഇത് ഏകദേശം 9 മണിക്കാണ്. കാരണം ഏകദേശം 9 മണിക്ക് ജില്ലാതല ഉദ്ഘാടനം, കോഴിക്കോട് ജില്ലയിലെ ജില്ലാതല ഉദ്ഘാടനം 9 മണിയോടുകൂടി ആണ്. അത് MK രാഘവൻ MP ആണ് നിർവഹിക്കുക. നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ തേടാം. ഇപ്പോൾ ഇന്നു മുതൽ പ്രിയദർശിനി സൗജന്യ യാത്രയാണ്, അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എന്താണ്, ഒരു സന്തോഷമായോ? സന്തോഷമായി. സാധാരണ KSRTC ബസ്സുകൾ തന്നെയാണോ ആശ്രയിക്കുന്നത്? ചില സമയത്ത് KSRTC ബസ്സിലാണ്. ചേച്ചി, ഇന്നു മുതൽ സൗജന്യ യാത്രയാണ്, അപ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം. KSRTC ബസ്സുകൾ ആശ്രയിക്കാറുണ്ട്. ഞങ്ങൾ കോട്ടയത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഉപകാരമുള്ളൊരു പദ്ധതി കൂടി. അതെ അതെ, അങ്ങനെയാണ്. കാരണം ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോട് കൂടിയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം. അത് MK രാഘവൻ MP ആണ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത തന്നെ ഈ ഒരു പദ്ധതിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 149 ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കാതെ സൗജന്യ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഏകദേശം 149 ബസ്സുകളിലാണ് ഈ ബസ്സുകളിലാണ് ഈ സർവീസ് ഉണ്ടാവുക. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് മാത്രം 31ഓളം ഓർഡിനറി സർവീസുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, വയനാട്, തിരുവമ്പാടി, മുക്കം, തൊട്ടിൽപ്പാലം എന്നിവിടങ്ങളിലേക്കാണ് ഈ സർവീസുകൾ ഉള്ളത്. ജില്ലയ്ക്ക് പുറത്തേക്കും സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അധിക ഡിപ്പോകളിൽ നിന്നുള്ള ഓർഡിനറി സർവീസുകളും ജില്ലയ്ക്ക് പുറത്തേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഉപകാരമാകും. എന്തായാലും വലിയ രീതിയിൽ ഈ ഒന്നിലധികം ബസ്സുകൾ കയറിയും വീട്ടുജോലികൾക്കെല്ലാം പോകുന്ന സ്ത്രീകൾ, അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു തുക സമ്പാദിക്കാൻ കൂടിയുള്ളൊരു മാർഗം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്തായാലും ഈ ഒരു പദ്ധതി ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഗോകുൽ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ഈ ഓർഡിനറി സർവീസുകളുടെ കുറവ്, അത് ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും അതും പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ കൂടി എല്ലാവരും പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത് നടപ്പാക്കുന്നതിനൊപ്പം തന്നെ ഈ സ്ത്രീകൾ ഈ ടിക്കറ്റ് നിരക്കിന് അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി മുടക്കുന്ന പൈസ അത് സേവ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റിലേക്ക് വരും, കൂടുതൽ വിൽപ്പന നടക്കും, അല്ലെങ്കിൽ വാങ്ങൽ ശേഷി സ്ത്രീകൾ അത് കൂടുമെന്നതാണ് സർക്കാർ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എക്കണോമിക്സ്. അത് നടക്കുമോ എന്നത് കണ്ടറിയണം. ഏതായാലും മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ ഈ 100 ദിവസം കഴിയുമ്പോൾ ഒരു ടൂറൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലേക്ക് എല്ലാ ബസ്സുകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കട്ടെ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയിൽ ആശങ്ക പങ്കുവയ്ക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. KSRTCക്ക് ഉണ്ടാകുന്ന ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് ആവശ്യം. ബാധ്യതകൾ തൊഴിലാളികളുടെ മേൽ അമിത ഭാരമാകുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷ സംഘടനകൾ പങ്കുവയ്ക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. പിന്നാലെ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് UDF പദ്ധതിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾ ആവേശത്തിലാണെങ്കിലും KSRTCയിലെ പ്രതിപക്ഷ സംഘടനകൾക്ക് ഇതിനെക്കുറിച്ച് ചില ആശങ്കകൾ പങ്കുവയ്ക്കാനുണ്ട്. സൗജന്യ യാത്രയെ ആദ്യം സ്വാഗതം ചെയ്ത പ്രതിപക്ഷ സംഘടനകൾ പക്ഷേ പദ്ധതി നടത്തിപ്പിലൂടെ KSRTCക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും അതിനൊപ്പം ഉയർത്തിയിരുന്നു. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയതോടെ പ്രതിപക്ഷ സംഘടനകൾ നിലപാട് കടുപ്പിച്ചു. മുൻ UDF സർക്കാരുകളുടെ കാലത്ത് KSRTCക്കുണ്ടായ ബാധ്യതകളും നഷ്ടങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ബാധ്യതകളുടെ ഭാരം തൊഴിലാളികളുടെ മേലാകുമെന്ന ആശങ്കയാണ് CITU പങ്കുവെക്കുന്നത്. ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു സൗജന്യങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷേ ഈ സൗജന്യം മൂലം വരുന്ന അധിക ബാധ്യത
ജീവനക്കാരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നതിനോട് യോജിക്കാൻ കഴിയത്തില്ല. മുൻകാല അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. 2011-16 കാലഘട്ടത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയത്. അങ്ങനെ ആ സൗജന്യം പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ബാധ്യത KSRTCയുടെ മണ്ടയിലാണ് വെച്ചത്. ആ മുൻകാല അനുഭവമുണ്ട്. സൗജന്യയാത്രയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാൻ കോർപ്പറേഷനെ സർക്കാർ ഏറ്റെടുക്കണമെന്നതാണ് BMSന്റെ ആവശ്യം. KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് ആക്കണമെന്ന്. ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയാൽ തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദിനേന ലക്ഷക്കണക്കിന് പേർ ആശ്രയിക്കുന്ന KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജീവനക്കാരുടെ പങ്ക് നിർണായകമാണ്. അവരെ അവഗണിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് മുൻകാലങ്ങളിൽ തെളിയിച്ചതുമാണ്. അതുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശങ്കകൾ കൂടി സർക്കാർ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അജ്മൽ ദിറാർ, 24, തിരുവനന്തപുരം. അപ്പോൾ ഈ പദ്ധതി വരുമ്പോൾ സ്വാഭാവിക വിമർശനങ്ങളുണ്ട്. അങ്ങനെ ഇന്നലെ തന്നെ ഈ KSRTC സൗജന്യ യാത്ര ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞതാണ്. തുടർച്ചയായി വരുന്ന പ്രതികരണങ്ങളേക്കാണ്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര രാഷ്ട്രീയ തട്ടിപ്പെന്ന് മുൻമന്ത്രി GR അനിൽ. സ്ത്രീ ജനവിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാൻ നടത്തിയ നാടകമാണിതെന്നും GR അനിൽ 24നോട് പറഞ്ഞു. CPIയുടെ 8 MLA-മാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. എല്ലാവർക്കും എല്ലായിടത്തും ഗുണം ലഭിക്കുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാകൂ എന്നും GR അനിൽ പറഞ്ഞു. പങ്കെടുക്കുന്നില്ല, അതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീ ജനവിഭാഗത്തിൻ്റെ വോട്ട് ലഭ്യമാക്കാൻ നടത്തിയ ഒരു നാടകമായിരുന്നു. അന്ന് പറഞ്ഞ രീതിയിലല്ലല്ലോ ഇന്നിപ്പോൾ സൗജന്യ യാത്രാ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. LDF തീരുമാനിച്ചതല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. LDF പൊതുവിൽ അതിൽ പങ്കെടുക്കാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. CPIയുടെ 8 MLA-മാരാണുള്ളത്. 8 MLA-മാരും പങ്കെടുക്കേണ്ടെന്ന് CPI പാർലമെൻ്ററി പാർട്ടി നിലയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട്. LDFൻ്റെ ഒരു പൊതുധാരണ അനുസരിച്ച് എല്ലാ കക്ഷികളും അതിനോട് സഹകരിക്കുന്ന നിലപാടായിരുന്നു. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വാഗതാർഹമെന്ന് G. സ്റ്റീഫൻ MLA. കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം യഥാർത്ഥത്തിൽ ലഭിക്കുന്നില്ല എന്നും MLA പറയുന്നു. എല്ലാ ബസ്സിലും സൗജന്യ യാത്ര നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും G. സ്റ്റീഫൻ 24നോട് പറഞ്ഞു. KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ഏറ്റവും നന്നായി ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രഖ്യാപിച്ചപ്പോൾ ഓർഡിനറിയിൽ മാത്രമായിരിക്കുന്നോ നിശ്ചിത കിലോമീറ്റർ എന്നോ മറ്റെന്തെങ്കിലും ഒരു നിബന്ധന പറഞ്ഞിരുന്നില്ല. KSRTCയുടെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതാണ് എടുത്ത തീരുമാനത്തിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ. അതിന് KSRTC മാനേജ്മെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. അവരത് തിരുത്തി എല്ലാവർക്കും ഈ ആനുകൂല്യം കൊടുക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. പേഴ്സോ ഫോണോ ഒക്കെ എടുക്കാൻ മറന്നുപോയാലും ഇന്ത്യയോട്ട് സ്ത്രീകൾക്ക് കേരളത്തിൽ KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെയും എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. KSRTCയുടെ സൗജന്യ യാത്ര ബസ്സുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. അതെന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി പറഞ്ഞത്. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇന്നു മുതൽ പുതിയ അധ്യായം. വ്യാഖ്യാനങ്ങൾ പലതുണ്ടെങ്കിലും UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. കേരളത്തിൽ ഇന്നേ വരെ ഒരു സർക്കാരും ആലോചിച്ചിട്ടില്ലാത്ത, നടപ്പിലാക്കാൻ ആർജവം കാണിച്ചിട്ടില്ലാത്ത സ്ത്രീ ശാക്തീകരണ മാതൃക. ആശങ്ക KSRTCക്ക് വേണ്ട. 15-ാം തീയതി ഉറപ്പ്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി. ഗ്രാമവണ്ടി അടക്കമുള്ള 7 തരം ഓർഡിനറി ബസ്സുകളിൽ പണമില്ലാതെ സീറോ ടിക്കറ്റ് വഴി യാത്ര ചെയ്യാം. ആദ്യഘട്ടത്തിൽ ഓർഡിനറി മാത്രമെന്ന പരാതി ഉണ്ടെങ്കിലും ലക്ഷ്യം അടിസ്ഥാന തൊഴിലാളി വർഗമാണ്. വീട്ടമ്മമാർക്ക്, 3 അക്ക ശമ്പളമില്ലാത്തവർക്ക്, വേതനമേ ഇല്ലാത്തവർക്ക് ഇനി മുതൽ ശുഭയാത്രയാണ്. ഇനി ഈ
സംവിധാനം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക എന്ന് നോക്കാം. ഏതാണ് ബസ് എന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട. മുന്നിൽ ഇതുപോലെ പ്രിയദർശിനി സ്റ്റിക്കർ ഉണ്ടാകും. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ്, എൻ്റെ വീടിനടുത്താണ്. ഇനി പോകേണ്ടത് പാളയത്തെ 24ന്റെ ഓഫീസിലേക്കാണ്. എങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് ലഭിക്കുക എന്ന് നോക്കാം. ഒരു യൂണിവേഴ്സിറ്റി. സൗജന്യ യാത്രയാണെന്ന് കരുതി ടിക്കറ്റ് എടുക്കാൻ മറന്നു പോകരുത്. ടിക്കറ്റ് വേണം, പക്ഷേ പണം കൊടുക്കേണ്ടതില്ല. അപ്പോഴത് 0 ടിക്കറ്റായി മാറും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകേണ്ടതില്ല. തിരിച്ചറിയൽ രേഖയുടെ ആവശ്യമില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡർ സമൂഹം എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് പാളയത്തേക്ക് 3 കിലോമീറ്ററാണ് ദൂരം. ദിവസവും ലാഭിക്കുന്നത് 20 രൂപ. പ്രതിമാസം അത് 600 രൂപയും പ്രതിവർഷം 7200 രൂപയുമാകും. ഞാൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീകൾ ദിവസവും ആശ്രയിക്കുന്നത് ഈ ഓർഡിനറി ബസ്സുകളെയാണ്. അവർക്ക് 600 രൂപ മുതൽ 3000 രൂപ വരെ ലാഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യവുമല്ല. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു മാതൃക. ഇനി പുരുഷന്മാർക്ക് കൂടി വേണമെന്ന് പറയുന്നവരോട് അങ്ങനൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഇന്നു മുതൽ ഓട്ടം തുടങ്ങുകയാണ്. സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTCക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുമ്പോഴും അത് കുടുംബങ്ങൾക്ക് വലിയ ഗുണകരമാകുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഈ വളയങ്ങൾ ഇനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. പക്ഷേ KSRTCയുടെ ഭാവി എന്താകും? പണം കണ്ടെത്താനായി ഉപയോഗിക്കുമെന്ന് പറയുന്ന ബദൽ സംവിധാനങ്ങൾ എത്ര കണ്ട് വിജയിക്കും? അങ്ങനെ വിജയിച്ചാൽ അത് ചരിത്രം, വിജയിച്ചില്ലെങ്കിൽ KSRTCയുടെ ഭാവി എന്താ? പദ്ധതി സർക്കാരിന് ഒരു മാസം 65 മുതൽ 70 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. KSRTCക്ക് അതിന്റെ വരുമാനത്തിൽ ഒരു വർഷം 800 കോടി രൂപയുടെ കുറവും ഉണ്ടാക്കും. ഈ പണം സർക്കാർ KSRTCക്ക് നൽകുമെന്നാണ് തീരുമാനം. ഇതിനു പുറമെ നിലവിൽ സർക്കാർ വർഷാവർഷം 1500 കോടി രൂപ KSRTCക്ക് നൽകുന്നുണ്ട്. ഒരു മാസം 125 കോടി വെച്ചാണ് സർക്കാർ നൽകുന്നത്. ഇത് കൂടാതെയാണ് 800 കോടി രൂപ കൂടി നൽകുന്നത്. KSRTCക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്നും സർക്കാർ സഹായം ഉറപ്പിക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. KSRTC 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ്. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കണമെന്ന് സംസ്ഥാന സർക്കാർ KSRTCയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാരിന് കടക്കാൻ സാധിക്കൂ. ബാധ്യത പൂർണ്ണമായി സർക്കാർ വഹിക്കുമെന്നും അതിൽ ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ കൊടുക്കുകയാണ്. വലിയ ബാധ്യത ഉള്ളൊരു നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷെ ആ ബാധ്യത KSRTCയുടെ ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ മാസവും യാത്രാ ചെലവഴി ഉണ്ടാകുന്ന ബാധ്യത KSRTC സംസ്ഥാന സർക്കാരിനെ അറിയിക്കും. KSRTCക്ക് നഷ്ടമുണ്ടായാലും സ്ത്രീകളുടെ മാസവരുമാനത്തിൽ 20% വരെ വർധന ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഓരോ മാസവും പണം മുൻകൂറായി ലഭിച്ചില്ലെങ്കിൽ KSRTC പ്രതിസന്ധിയിലാകും. ഡീസൽ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകും. യാത്ര ചെലവെന്ന തടസ്സം നീങ്ങുന്നതോടെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, വിദ്യാഭ്യാസ, സംരംഭക പ്രവർത്തനങ്ങൾ എന്നിവ കൂടുതൽ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. KSRTC യാത്രക്കാരിൽ നിന്ന് വലിയൊരു വിഭാഗം സ്ത്രീകളായതിനാൽ പദ്ധതിയുടെ ഗുണഫലം സംസ്ഥാനത്തെ കുടുംബങ്ങളിലാകെ എത്തും. സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്കുള്ള മാറ്റം ഇന്ധന ഉപയോഗവും കാർബൺ പുറന്തള്ളലും ഗതാഗതക്കുരുക്കും കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് പ്രിയദർശിനി. KSRTCക്ക് അല്പം നഷ്ടമുണ്ടായാലും കുടുംബങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാകുമെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഓർഡിനറി ബസ്സുകൾ വലിയ നഷ്ടമില്ലാതെ ഓടിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പ്രിയദർശിനി മറ്റ് സർവീസുകളിലും ലഭ്യമാകും. സജീവിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം.
ഏതായാലും 9 മണിക്കാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങൊക്കെ നടക്കാനിരിക്കുന്നത്. CPM ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെൻസ് അസോസിയേഷന്റെ വക പ്രതിഷേധമൊക്കെ ഉണ്ടാകും. ഇന്ന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇന്ന് എങ്ങനെയാവോ ആ പ്രതിഷേധം എന്നറിയത്തില്ല. ഇനി ഫുട്ബോളിൽ കുത്തിയിരുന്ന് ആരും പ്രവേശിപ്പിക്കാതെയൊക്കെയുള്ള വിരോധമാണെന്ന് കണ്ടറിയണം. അതെ, നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. രോഗി നിലവിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. വൈറസ് ബാധിതന് റിബാവറിൻ മരുന്ന് ആദ്യം മുതലേ നൽകിയിരുന്നു. മോണോക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് 12-ന് നൽകി. റെംഡെസിവിർ മരുന്ന് ആദ്യ ഡോസ് ഇന്നലെ പുലർച്ചെ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും ICMRന്റെയും നിലവിലെ മാനദണ്ഡപ്രകാരം കൃത്യമായ ചികിത്സയാണ് രോഗിക്ക് നൽകുന്നത്. സമ്പർക്ക പട്ടിക 103 ഉയർന്നു. ഇതിൽ 45 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഇപ്പോൾ കാലവർഷത്തോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പനി തന്നെയാണ്. പലതരത്തിലുള്ള പനി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി മരിയപുരം പഞ്ചായത്തിലെ കുച്ച് കരിമ്പൻ വാർഡിൽ H1N1 ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്കാണ്. ഇതിൽ ഒരാൾ മരിച്ചു. 4 പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. പനി, തലവേദന, ശരീരവേദന, ഛർദി, ചുമ, ശ്വാസം മുട്ടൽ മുതലായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്നാണ് മരിയപുരം പഞ്ചായത്തിന്റെ നിർദ്ദേശം. വളരെ നിർണായകമായ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് നടക്കാനിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ നടപടിയുണ്ടായേക്കും. പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് വിവരം. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, പുറത്താക്കൽ അല്ലെങ്കിൽ സംഘടനാ നടപടിയിലേക്ക് പോയാൽ താൻ ചിലതൊക്കെ തുറന്നു പറയുമെന്ന സൂചന ഇന്നലെ പത്മകുമാർ നൽകിയിരുന്നു. അപ്പോൾ പത്മകുമാറിന്റെ ആത്മകഥയുടെ ക്ലൈമാക്സ് CPIM ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ CPM നേതൃത്വം രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പുറത്താക്കലിലൂടെ ക്ലൈമാക്സ് എഴുതുമോ? ഗോകുൽ അമൃത, അതിനാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഏതൊക്കെ തരത്തിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ പത്മകുമാർ ശ്രമിച്ചാലും അതിന് വഴങ്ങേണ്ടതില്ല. സംഘടനാപരമായിട്ടുള്ള നടപടിയെടുത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള വലിയൊരു അഭിപ്രായം LDF പ്രവർത്തകർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കടുത്ത നടപടി തന്നെ സ്വീകരിക്കും എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പത്മകുമാറിനെ തള്ളാതെയും കൊള്ളാതെയും ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം എന്നുള്ളത് പൊതുവികാരമായിട്ട് ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് CPM സംസ്ഥാന നേതൃത്വം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് നിലവിൽ പത്മകുമാർ. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്ന് നിർണായകമായിട്ടുള്ള യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും പത്മകുമാറിന് എതിരായിട്ടുള്ള നടപടി സ്വീകരിക്കപ്പെടുക. ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. CPIM-നെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും കടുത്ത നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരു അംഗത്തെ പുറത്താക്കുക എന്നുള്ളതാണ്. CPM ആയിരിക്കും തന്നെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള MLA-യുമായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ ഒരാൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാവുകയും 103 ദിവസം ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും പത്മകുമാറിനെ ഒരു തരത്തിലും തള്ളിപ്പറയാൻ CPM നേതൃത്വമോ ജില്ലാ നേതൃത്വമോ തയ്യാറായിരുന്നില്ല. കുറ്റപത്രം വരട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാം എന്നുള്ള നിലപാടിലായിരുന്നു. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം കനത്ത തിരിച്ചടി നേരിട്ടപ്പോഴും പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. അതിന് മറുപടി കൊടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് നടപടി സ്വീകരിക്കണം എന്നുള്ള പൊതു ആവശ്യത്തിലേക്ക് എല്ലാവരും ഐക്യകണ്ഠേന അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനകത്ത് പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി തീരുമാനിക്കും. അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും പത്മകുമാറിനെതിരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള നടപടിയായിരിക്കും ഒരുപക്ഷെ ജില്ലാ നേതൃത്വം സ്വീകരിക്കുക. പത്മകുമാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദതന്ത്രം പയറ്റിയാൽ പോലും അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ പ്രവർത്തകർക്കിടയിലുണ്ട്. പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ യുവതി പ്രവേശനവും അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ആത്മകഥയിലൂടെ പറയും എന്നുള്ളൊരു ഭീഷണി കൂടി തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, അമൃത. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും സന്നിധാനത്ത് പരിശോധന നടത്തി. പ്രഭാമണ്ഡലവും കട്ടളപ്പാളിയും ഇളക്കിയെടുത്ത് തൂക്കം പരിശോധിച്ചു. ലീഗൽ മെട്രോളജി വിഭാഗം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. വിനീഷ് കുമാർ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം SIT സംഘം അവിടെ എത്തിയിരുന്നു. ധനമാസ പൂജയ്ക്കായി നട തുറന്നപ്പോൾ തന്നെ പരിശോധനയിലേക്കും കടന്നിട്ടുണ്ട്. പരിശോധന പൂർത്തിയായോ? ഈ സാമ്പിൾ ശേഖരണമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? അമൃത,
അമൃത ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ കട്ടിളപ്പാളിയും പ്രഭാമണ്ഡലവും ഇളക്കിയെടുത്തിരുന്നു. ഇത് പരിശോധനയ്ക്ക് വേണ്ടിയാണ് SIT സംഘം ഇളക്കിയെടുത്തത്. ഇന്നും അത് അവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇതിന്റെ പരിശോധന ഇതുവരെയും പൂർത്തിയായിട്ടില്ല. SIT സംഘം ഇപ്പോഴും ശബരിമലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും പരിശോധന തുടരാനാണ് സാധ്യത എന്ന് തന്നെ അറിയാൻ കഴിയുന്നു. ഇത് ഇളക്കിയെടുത്ത ഈ പ്രഭാമണ്ഡലവും അതുപോലെ തന്നെ ഇതിന്റെ കട്ടിളപ്പാളിയുടെ ഒരു ഭാഗവും പരിശോധനയ്ക്ക് വേണ്ടി ലീഗൽ മെട്രോളജി വിഭാഗത്തിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അവരത് പരിശോധിച്ച ശേഷം ഏതെങ്കിലും തൂക്കത്തിലും അളവിലോ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുക. അത് നോക്കിയതിന് ശേഷമായിരിക്കും ഇനി മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് പോകുക. എന്തായാലും സാമ്പിൾ ശേഖരണം ഇന്നലെ നടന്നിട്ടില്ല. മുമ്പ് സാമ്പിൾ ശേഖരിച്ച് അത് കൃത്യമായി ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പക്ഷേ ഇത്തവണ തൂക്കം നോക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് മാത്രമാണ് SIT സംഘം പോകുന്നത്. SIT തലവനായ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ തിരുവാഭരണ കമ്മീഷണറെ വിളിച്ചിരുന്നു. സന്നിധാനത്തേക്ക് വിളിച്ച് തിരുവാഭരണ കമ്മീഷണർ ഇവിടെ എത്തിയ ശേഷമാണ് ഈ കട്ടിളപ്പാളിയും അതുപോലെ തന്നെ മറ്റുള്ള ഈ പ്രഭാമണ്ഡലം ഉൾപ്പെടെ ഇളക്കിയെടുത്തത്. ഇത് സ്ക്രൂവിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്ക്രൂ അഴിച്ചുകൊണ്ടാണ് ഈ 2 പാളികളും എടുത്തിട്ടുള്ളത്. ഈ 2 പാളികളും സംഘം കൈവശം വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി വൈകിയും ഇതിന്റെ പരിശോധന നടന്നിട്ടുണ്ട്. ഇന്നായിരിക്കും ഒരു പക്ഷേ ഇതിവിടെ സ്ഥാപിക്കുക. കാരണം അത്രയും വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നടപ്പന്തൽ മുതൽ ഇവിടെ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. കേരളത്തിനും പുറത്തുമുള്ള വിശ്വാസികൾ ഉൾപ്പെടെ ഇവിടെ ധർമ്മശാസ്താവിനെ കാണാൻ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. എന്തായാലും അതിനിടയിൽ ഈ നട തുറക്കുന്ന സമയത്ത് മാത്രമേ ഇത് അഴിച്ചു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. താന്ത്രിക വിധി പ്രകാരമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് തിരിച്ചവിടെ ഫിറ്റ് ചെയ്യണമെങ്കിലും ഈ നട തുറന്നിരിക്കണം എന്നുള്ള ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തന്ത്രി മേൽശാന്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിബന്ധനയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഈ ഒരു സമയം തന്നെ, അതായത് നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെയായിരിക്കും ഇത് തിരിച്ച് അവിടെ തന്നെ സ്ഥാപിക്കുക. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും പാളികൾ പരിശോധനയ്ക്ക് എടുക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെയും SITയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും പരിശോധനയുമായി മുന്നോട്ട് പോകും. SIT സംഘം ഇപ്പോഴും ശബരിമലയിലുണ്ട്. സന്നിധാനത്തുണ്ട്. SIT സംഘം പരിശോധന തുടരുകയാണ്. അതിനിടയിൽ സന്നിധാനത്ത് മിഥുനമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ വലിയ തിരക്കാണ് കാണുന്നത്. മാസപൂജകളിലും ഇപ്പോൾ ഒരു സീസൺ കാലം പോലെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നു സന്നിധാനത്ത്. തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യുന്നതിനായി CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കൗൺസിൽ യോഗവും ചേരും. CPI മത്സരിച്ച മണ്ഡലങ്ങളിലുമുണ്ടായ പരാജയം കൃത്യമായി പരിശോധിക്കാൻ കഴിഞ്ഞ തവണ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയ റിപ്പോർട്ടാണ് ജില്ലാ എക്സിക്യൂട്ടീവുകൾ സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. നേതൃത്വത്തിൽ ഉണ്ടായ വീഴ്ച, സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ എന്നിവ കൊല്ലം ഉൾപ്പെടെയുള്ള പല ജില്ലാ നേതൃയോഗങ്ങളിലും വിമർശിക്കപ്പെട്ടിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയും യോഗങ്ങളിൽ ചർച്ചയാകും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുകയാണ് ED. CMRL ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരാകും. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയ്ക്കടക്കം ഇന്ന് ഹാജരാവാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ T ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. വീണ T അവധി അല്ലെങ്കിൽ അസൗകര്യം അറിയിച്ചിരുന്നു. അടുത്ത ദിവസം നൽകിയിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയാണ് ഹാജരാവുക? ഗുഡ് മോർണിംഗ്. വെള്ളിയാഴ്ച വീണ ടിയിലൂടെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കാമെന്ന നിലപാടിലായിരുന്നു ED. പക്ഷേ അവർ അനാരോഗ്യം കാണിച്ച് സാവകാശം തേടിയതോടുകൂടിയാണ് തിങ്കളാഴ്ച മുതൽ CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ CMRL അധികൃതരുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ആരംഭിക്കാമെന്ന തീരുമാനത്തിലേക്ക് ED എത്തിയത്. ശരൺ S കർത്ത അടക്കമുള്ള ആളുകളോടാണ് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 10 മണിയോടുകൂടി ഹാജരാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രധാനമായും ഏതെല്ലാം തരത്തിലുള്ള സേവനങ്ങളാണ് എക്സാലോജിക്കും അതോടൊപ്പം തന്നെ CMRL ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും. അതോടൊപ്പം തന്നെ ഈ പണത്തിന്റെ ഈ വായ്പ അടക്കം നൽകിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളുടെ അടിസ്ഥാനത്തിൽ CMRLന്റെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ചോദ്യം ചെയ്യൽ. 242 അക്കൗണ്ടുകളിൽ നിന്നായി 118 കോടി രൂപയോളം 18 കോടിയോളം രൂപ മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സ്രോതസ്, അതിന്റെ പശ്ചാത്തലം, ആ വിവരങ്ങളൊക്കെ ശരൺ S കർത്തയോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അതെല്ലാം ED ചോദിക്കും. ബുധനാഴ്ചയാണ്
വീണ ടിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ ഇതുവരെ ഒരു തരത്തിലുള്ള സാവകാശവും തേടിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ തവണ ഹാജരാവേണ്ട തൊട്ട് തലേ ദിവസമാണ് അവർ സാവകാശം തേടി മെയിൽ അയച്ചത്. ഇതുവരെ അത്തരത്തിലൊരു മെയിൽ ഇഡിക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 2 ആഴ്ച സാവകാശം തേടിയെങ്കിലും ബുധനാഴ്ച തന്നെ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ CMR എക്സാലോജിക് ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അതിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക്, ആദ്യഘട്ടം എന്ന് പറയുന്നത് റെയ്ഡും കേസെടുക്കലാണെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗോകുൽ, അമൃത. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി അമേരിക്ക. 60ഓളം മുന്നറിയിപ്പുകൾ കപ്പൽ അവഗണിച്ചുവെന്ന് US സെൻട്രൽ കമാൻഡ്. ഉപരോധം ലംഘിച്ച ഇറാനിയൻ എണ്ണ നിയമവിരുദ്ധമായി കടത്തുകയായിരുന്നു കപ്പലിലെന്നും അമേരിക്ക. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഇന്ത്യ വലിയ പ്രതിഷേധം അറിയിച്ചതാണ് ഈ വിഷയത്തിൽ. അവിടെ എന്താണ് ന്യായീകരണം അമേരിക്കയുടെ? ഗൂഗിൾ, അമൃത, ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചിരുന്നു. ടാങ്കർ MT സെറ്റബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ 21 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഈ ആക്രമണത്തെ തുടർന്ന്. എന്നാൽ ഈ വിഷയത്തിലാണ് ന്യായീകരണവുമായി US രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ടാങ്കറിന് 60 തവണയോളം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാണ് US നൽകുന്ന വിശദീകരണം എന്നുള്ളത്. US സൈനിക വിമാനം 8 തവണ ഈ കപ്പലിന് നേരെ വെടിയുതിർത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതടക്കമുള്ള മുന്നറിയിപ്പുകൾ എന്നാൽ ഈ കപ്പൽ ലംഘിക്കുകയായിരുന്നു എന്നും മുന്നറിയിപ്പായി കപ്പലിന് നേരെ വിമാനം ഉപയോഗിച്ച് വെടിയുതിർത്തിരുന്നു. കൂടാതെ ഈ കപ്പലിന് മുകളിൽ വട്ടമിട്ട് വിമാനം പറന്നുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ അവഗണിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ ഈ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ ബൽറാം തുടരും. ബൽറാമിലേക്ക് മടങ്ങിയെത്താം. ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. അതെ, ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. മുരളീധരൻ പ്രതികരിക്കുകയായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട പ്രതികരണം അത് തൃപ്തികരമല്ലെങ്കിൽ വേറെ അന്വേഷണം നടത്തും എന്നതാണ് സർക്കാർ നിലപാടെന്ന് പറയുകയായിരുന്നു. തിരികെ ബൽറാമിലേക്ക്. ബൽറാം, അമേരിക്ക ഇപ്പോൾ ഒരു കുറ്റപത്രം കണക്കെ ഇന്ത്യൻ നാവികരുടെ വീഴ്ച അല്ലെങ്കിൽ ആ കപ്പലിന്റെ വീഴ്ച നിരത്തുകയാണ്. എന്താണ് അവരുടെ ന്യായീകരണം? US സെൻട്രൽ കമാൻഡ് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം 60ഓളം വാക്കാലുള്ള മുന്നറിയിപ്പുകൾ ഈ കപ്പൽ ലംഘിച്ചിരുന്നു. ഇതുകൂടാതെ 8 തവണ വിമാനം ഉപയോഗിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കപ്പലിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയും കപ്പലിന് നേരെ 8 തവണ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടും മുന്നോട്ട് നീങ്ങുക തന്നെയാണ് ഉണ്ടായത് കപ്പൽ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഈ കപ്പലിലെ എഞ്ചിൻ റൂം ആക്രമിച്ച് കപ്പൽ നിശ്ചലമാക്കാൻ തീരുമാനിച്ചതോടുകൂടി എഞ്ചിൻ റൂമിൽ നിന്നും മാറി നിൽക്കാൻ ജീവനക്കാർക്ക് 15 മിനിറ്റ് സമയം അനുവദിച്ചിരുന്നുവെന്നും എന്നാൽ ഇതെല്ലാം തന്നെ ജീവനക്കാർ അവഗണിക്കുകയായിരുന്നു എന്നുമാണ് US-ന്റെ ന്യായീകരണം. തുടർന്നാണ് എഞ്ചിൻ റൂമിലേക്ക് വെടിയുതിർക്കുകയും ആ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. US-ന്റെ ഉപരോധം, ഇറാൻ എണ്ണയ്ക്കുള്ള ഉപരോധം ലംഘിച്ചുകൊണ്ട് ഈ കപ്പൽ എണ്ണ കടത്തുകയായിരുന്നു എന്ന ആരോപണമാണ് US ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനിയൻ എണ്ണ നിയമവിരുദ്ധമായി കടത്തുകയായിരുന്നു ഈ കപ്പൽ. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച 80 തവണയോളം മുന്നറിയിപ്പ് നൽകിയത് എന്നും അത് അവഗണിച്ച പശ്ചാത്തലത്തിലാണ് വെടിയുതിർത്തത് എന്നുമാണ് US ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്നത്. എന്നാൽ ശക്തമായ പ്രതിഷേധം തന്നെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3 ദിവസങ്ങളിലാണ് 3 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇന്ത്യൻ ജീവനക്കാർ ജോലി ചെയ്തിരുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകം കാൽപന്താവേശത്തിൽ. ഫിഫ ലോകകപ്പിൽ കരുത്തരായ സ്പെയിനും ബെൽജിയവും ഇന്ന് കളത്തിൽ. സ്പെയിൻ രാത്രി 9:30 നടക്കുന്ന കളിയിൽ കേപ്പ് വെർദയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയത്തിന്റെ എതിരാളികൾ ഈജിപ്താണ്. യൂറോപ്പിന് ശേഷം ലോകം കീഴടക്കാൻ സ്പാനിഷ് അർമാഡകൾ. മുന്നേറ്റത്തിൽ ലെമിൻ യമാൽ, നിക്കോ വില്യംസ്, ഡാനി ഓൾമോ. മധ്യനിരയെ ചലിപ്പിക്കാൻ പെഡ്രി, റോഡ്രി, ഗാവി, ഫാബിയാൻ റോയ്സ്. പ്രതിരോധത്തിൽ ഐമറിക് ലപ്പോർത്തയും കുബാർസിയും മാർക്ക് കുക്കേറയും. ഗോൾ വല കാക്കാൻ
ഉനായ് സിമോണും ഡേവിഡ് റേയും യുവാൻ ഗാർസിയും. കിടലൻ പ്ലേയിങ് 11ഉം അതിനോട് കിടപിടിക്കുന്ന ബെഞ്ച് സ്ട്രെങ്ത്തുമായി ലോക ഫുട്ബോളിലെ ഡ്രീം ടീമുകളിലൊന്നാണ് ലൂയി ഡി ലാ ഫ്യൂൻഡയുടെ സ്പെയിൻ. എതിരാളികളെ പന്ത് തൊടിയിക്കാതെ ഓൾ ഔട്ട് അറ്റാക്കാണ് ഫ്യൂൻഡയുടെ തന്ത്രം. ആദ്യ ലോകകപ്പ് എന്ന സന്തോഷത്തോടെ എത്തുന്ന കേപ്പ് വെർദെയോട് ഒരു ദയയും ലാ റോജ കാണിക്കാൻ ഇടയില്ല. കാൽപന്തുകളിലെ അടുത്ത രാജാവെന്ന ഫുട്ബോൾ പണ്ഡിറ്റ്സും ആരാധകരും വാഴ്ത്തുന്ന ലെമീൻ യമാലിന്റെ ലോകകപ്പ് അരങ്ങേറ്റം കൂടിയാകും മത്സരം. സുവർണ തലമുറയിലെ പലരുടെയും അവസാന ലോകകപ്പിലെങ്കിലും മോഹിച്ച കിരീടം സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലെത്തുന്ന ബെൽജിയത്തിന്റെ എതിരാളികൾ മുഹമ്മദ് സലായുടെ ഈജിപ്ത്. കെവിൻ ഡുബ്രൂയിനെ, തിബോ കോർത്തുവ, റൊമേൽ ലുക്കാക്കു, ട്രൊസാഡ്, ജെറമി ഡോക്കു എന്നിവരടങ്ങിയ ബെൽജിയം ഖത്തറിലെ ഗ്രൂപ്പ് റൗണ്ട് എക്സിറ്റ് മറന്ന് ഇത്തവണ ഗ്രൂപ്പ് ജിയിലെ ജേതാക്കളാകാമെന്ന് മോഹിക്കുന്നു. ഇതിഹാസ താരം മുഹമ്മദ് സലയുടെ അവസാന ലോകകപ്പ് അവിസ്മരണീയമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഈജിപ്തും. വേൾഡ് കപ്പ് ഡെസ്ക് 24. കൊല്ലത്തെ ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കി ബ്രസീൽ അർജന്റീന പോരാട്ടം. കാൽപന്ത് കളിയുടെ ആവേശമുണർത്തി നടന്ന മത്സരത്തിൽ ഏറ്റുമുട്ടിയത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെയും കൊല്ലം മേയർ AK ഹഫീസിന്റെയും ടീമുകളാണ്. സൗഹൃദ മത്സരത്തിൽ മേയറുടെ ടീം 2-1 മന്ത്രിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. ബ്രസീലിനെ നയിക്കാൻ മന്ത്രി, അർജന്റീനയ്ക്കായി ബൂട്ട് കിട്ടി മേയർ. ആദ്യം ഗോളടിച്ചത് ബ്രസീൽ. എന്നാൽ തിരിച്ചടിച്ച് 2-1 അർജന്റീന കളി പിടിച്ചു. ചെറുപ്പം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ബ്രസീൽ ഫാനാണ് ഭയങ്കര. എന്നാലും ലോകകപ്പ് എന്ന് പറയുന്നത് വലിയൊരു ആവേശമാണ്. ലോകം ഒരു പന്തിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും ഇപ്പോൾ ഈ മത്സരം മാത്രമാണ്. അതിൻ്റെ ഭാഗമായാണ് കൊല്ലത്ത് ഞങ്ങളൊരു സൗഹൃദ മത്സരം പ്രിയപ്പെട്ട മേയറുടെയും ഞങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. തവണ കപ്പടിക്കും, ബ്രസീൽ കപ്പടിക്കും. എൻ്റെ ഒരു വിശ്വാസം അർജന്റീന തന്നെ ഇപ്രാവശ്യം ജയിക്കും. അതിനാണ് സാധ്യതയെല്ലാം. അർജന്റീന എല്ലാം നല്ല സെറ്റായിട്ടുള്ളൊരു ടീമാണ്. പ്രത്യേകിച്ച് മെസ്സിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഉറപ്പായിട്ട് ജയിക്കും. 24 കൊല്ലം. നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ MSC എൽസാത്രി കപ്പലിലെ നാവികർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. നേരത്തെ 3 നാവികരെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചിരുന്നു. ക്യാപ്റ്റൻ അടക്കമുള്ള 4 പേരുടെ കാര്യത്തിലാണ് പ്രതിസന്ധി തുടരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇവരുടെ ഹർജിയിൽ തീരുമാനമെടുക്കുക. പാലക്കാട് വാളയാർ നടുപതിയൂരിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഒലീവിയ ഫൗണ്ടേഷൻ ഇലക്ട്രിക് ബഗ്ഗി വാൻ സമ്മാനിച്ചു. ഒലിവിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടുപതിയിൽ രൂപീകരിച്ച സഞ്ജീവനി സ്വയം സഹായ സംഘത്തിന്റെ പ്രസിഡന്റ് രജതിക്കാണ് വാഹനം കൈമാറിയത്. നടൻ ദിലീപ് താക്കോൽ കൈമാറി. ചടങ്ങിൽ നിർമ്മാതാവ് സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. ഒലിവിയ CMD KT കൃഷ്ണകുമാർ, CEO അജിത് കുമാർ വർമ്മ എന്നിവർ നേതൃത്വം നൽകി. ഡയറക്ടർ ജർലിറ്റ്, TH രാമകൃഷ്ണൻ, ഗൗതം രാമകൃഷ്ണൻ, നടുപതി രാമകൃഷ്ണൻ മൂപ്പൻ, ചിന്നൻ ചെറിയാൻ മൂപ്പൻ, പുതുശ്ശേരി കാർഷിക ഓഫീസർ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഷുഹൈബ് വധക്കേസ് പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് 3-ാം നമ്പർ കോടതി മാറ്റണമെന്നാണ് ആവശ്യം. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 3 പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നതുവരെ വിചാരണ കോടതിയുടെ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്ത വിവാദം വിടാതെ പ്രതിപക്ഷം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കാനുള്ള RSS ശ്രമത്തിന് കുടപിടിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനം. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ പൂജയ്ക്ക് പോയ മുഖ്യമന്ത്രിയുടെ പാതയാണ് വൈസ് ചാൻസലർമാർ പിൻപറ്റിയതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. എന്നാൽ RSS സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാരുടെ നടപടി അതീവ ഗൌരവവും സംഭവിച്ചത് ഗുരുതര വീഴ്ചയുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. VCമാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ആവശ്യപ്പെട്ടു. നീറ്റ് UG പുനഃപരീക്ഷയുടെ സുരക്ഷ വിലയിരുത്താൻ ഇന്ന് പ്രത്യേക യോഗം ചേരും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചത്. നീറ്റ് പുനഃപരീക്ഷയിൽ യാതൊരു വീഴ്ചയും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ സുരക്ഷ വിലയിരുത്താനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യ പര്യടനം ആരംഭിച്ചു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ഇന്നും നാളെയും സ്ലോവാക്യയിൽ തുടരും. സന്ദർശനത്തിനിടെ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി നരേന്ദ്രമോദി ചർച്ച നടത്തും. സ്ലോവാക്യയുടെ രാഷ്ട്രപതി പെല്ലെഗ്രിനിയുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. പരസ്പര സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ ഉറപ്പാക്കുക എന്നതാണ് മോദിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. നാളെ വൈകിട്ട് നരേന്ദ്രമോദി ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പുറപ്പെടും. വിമത എംപിമാർ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചതോടെ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കറെ കണ്ട് എംപിമാർ ആവശ്യമുന്നയിച്ചിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉടൻ ആവശ്യം പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന ആവശ്യം അംഗീകരിക്കും. അതേസമയം പാർട്ടിയും ചിഹ്നവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് വിമത എംപിയായ സുദീപ് ബന്ദോപാധ്യായ വ്യക്തമാക്കി. അധ്യാപക നിയമന അഴിമതി കേസിൽ അഭിഷേക് ബാനർജി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. വ്യാജോപ്പ് ആരോപണത്തിൽ ഇന്നലെ വിശദമായി അഭിഷേകിനെ ബംഗാൾ CID ചോദ്യം ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ പുതിയ അന്വേഷണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നു ഞങ്ങളെക്കുറിച്ച്. വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സന്നിധാനത്ത് വളരെ നിർണായകമായൊരു പരിശോധന നടക്കുന്നു. അതിനുശേഷം കൃത്യമായൊരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം എന്താണ് വിഷയത്തിൽ? കുറ്റപത്രം വരട്ടെ, അതിനുശേഷം എന്നാണോ? കുറ്റപത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും പുതിയ അന്വേഷണം സംസ്ഥാന സർക്കാർ തീരുമാനിക്കും, ക്യാബിനറ്റ് തീരുമാനിക്കും. നിർണായകമായ പ്രതികരണമാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അല്പസമയം മുൻപ് നമ്മോട് നടത്തിയിരിക്കുന്നത്. SIT അന്വേഷണത്തെക്കുറിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിമർശിക്കാനോ മറ്റോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ദേവസ്വത്തിൻ്റെ പ്ലീഡറാക്കാനുള്ള നീക്കം സർക്കാരിന് മേൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി പിന്നീട് അദ്ദേഹത്തിന് പ്രദീപിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് കെ മുരളീധരൻ ദേവസ്വം മന്ത്രിയുടെ നിർണായകമായ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അതിൽ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ പുതിയൊരു ടീമിനെ വെച്ചുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇനിയും കുറേ സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. വാസവൻ മുൻ മന്ത്രി തന്നെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും ഞങ്ങളെക്കുറിച്ച് പലതും പറയും എന്ന് വാസവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനർത്ഥം കൃത്യമായ രീതിയിൽ ഇനിയും കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് ഇത് തന്നെയാണ് അമൃത. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രത്തിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പുതിയ അന്വേഷണത്തിലേക്ക് കടക്കാൻ UDF സർക്കാർ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച നടൻ സലീം കുമാറിനെ അനുസ്മരിച്ച് രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗം. എറണാകുളം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ട വേദനയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചിരിയും ചിന്തയും ബാക്കിയാക്കി സലീം കുമാർ യാത്രയായി. എന്നാൽ അത് വിശ്വസിക്കാൻ മലയാളിക്ക് ഇന്നും സാധിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമായിരുന്നു പറവൂരിലെ അനുസ്മരണ ചടങ്ങ്. അവിശ്വസനീയമായ വേർപാടെന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ എന്നോട് എൻ്റെ അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാം പൂർത്തിയായതുപോലെയാണ്, അറം പറ്റിയ വാക്കുകൾ പോലെയാണ് ഇപ്പോൾ എനിക്കത് തോന്നുന്നത്. ജീവിതത്തിൽ എല്ലാം പൂർത്തിയായതുപോലെ തൻ്റെ ഒരു സുഹൃത്തിന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിച്ചപ്പോൾ അത് തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ സുഹൃത്തെന്ന ചെറിയ വാക്കിൽ ഒതുക്കി നിർത്താൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പ്രായത്തിൽ മൂത്തതെങ്കിലും മഹാരാജാസിൽ ജൂനിയറായി എത്തിയ സലീം കുമാർ ഇന്നും ടിനി ടോമിന്റെ ഓർമ്മയിലുണ്ട്. സലിയപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലുണ്ടാവും. കാരണം അത്രയും ഓർമ്മകൾ, പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തമാശകൾ മാത്രമേ ഓർക്കാനുള്ളൂ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഭൗതികമായിട്ട് ഹ്യൂമറിനെ എങ്ങനെ കാണണമെന്ന് കണ്ടുപിടിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹമാണ്. നമ്മൾ ചെയ്യുമ്പോൾ വെറും ഒരു തറ കോമഡി അല്ല, ഭൗതികമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചത്. ഹൈബി ഈഡൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലീം കുമാറിനെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച ഡയാന സിൽവസ്റ്റർ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ സിനിമ
ആദാമിന്റെ മകൻ അബുവിന്റെ സംവിധായകൻ സലീം അഹമ്മദ്, മുൻ MLA S ശർമ്മ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. 24 കൊച്ചി. മഴ പെയ്താൽ ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കുട പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. ചോർച്ച തടയാൻ പോലീസുകാർ പെടാപ്പാട് പെടുകയാണ്. 60 ഉദ്യോഗസ്ഥരുള്ള ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് ഈ ദുരവസ്ഥ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ, റെയിൽവേയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിലെ പ്രതികളെ പിടികൂടുന്ന ഇടം. 60-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. എന്നാൽ ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. ഒരേ സമയം 2 പരാതിക്കാർ വന്നാൽ ഇരിക്കാൻ പോലും ഇടമില്ലാത്ത ഇടുങ്ങിയ സ്റ്റേഷൻ. ഏറെക്കാലമായി സ്റ്റേഷന്റെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി റെയിൽവേയെ സമീപിച്ചിട്ടും കടുത്ത അവഗണനയാണ് തുടരുന്നതെന്ന് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ കൺവീനർ സൺഷൈൻ ഷൊർണൂർ. കാലാകാലങ്ങളിലായിട്ട് റെയിൽവേ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ പോലും അവഗണനയിലാണ്. ഈ സ്റ്റേഷനിലൊക്കെ മതിയായ സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയാണ്. ഈ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ചോർന്നൊലിച്ചിട്ട് ഷീറ്റ് പോലും പച്ച നീല ഷീറ്റുകൾ പോലും കെട്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. റീൽസുകളിലും സ്റ്റാറ്റസുകളിലുമെല്ലാം ഏറെ ഇടം പിടിച്ച അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടി നവീകരിച്ച റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷക്കാരായ പോലീസുകാർക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ല. ചോർന്നൊലിക്കുന്ന സ്റ്റേഷനുകളിൽ കുടയും ചൂടി എത്ര കാലം ജോലി ചെയ്യേണ്ടി വരുമോ എന്നതാണ് ഇവിടെയുള്ള പോലീസുകാരുടെ ആശങ്ക. 24 പാലക്കാട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ ബാറിൽ കത്തിക്കുത്തുണ്ടായി. പന്തീരാങ്കാവ് സ്വദേശി ആദർശിനാണ് കുത്തേറ്റത്. മദ്യപിക്കാനെത്തിയപ്പോൾ ബാറിലെ ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനാണ് കത്തി ഉപയോഗിച്ച് കുത്തിയതെന്ന് വിവരം കൂടി വരുന്നുണ്ട്. ആദർശ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നു. ഒരുപക്ഷെ ഇന്നലെ രാത്രി നടന്ന സംഭവമായിരിക്കാമെന്ന് കരുതുന്നു. ഈ പാലാ നഗരസഭയിലേക്ക് പോയാൽ അവിടുത്തെ പ്രശ്നം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഏതായാലും കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദിയാപുളിക്ക കണ്ടം മാറി നിൽക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നേതൃത്വത്തെ ഇപ്പോൾ അറിയിക്കുന്നത്. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.